അമേരിക്കയുടെ എക്കാലത്തെയും അഭിമാനമായ പടക്കപ്പൽ USS എബ്രഹാം ലിങ്കണെ ആക്രമിച്ച് തകർത്തതായി ഇറാൻ സൈന്യമായ IRGCയുടെ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കപ്പലിന് പ്രവർത്തിക്കാൻ കഴിയാത്തവിധം കേടുപാടുകൾ സംഭവിച്ചതിനാൽ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും ഈ മേഖലയും ലൊക്കേറ്റ് ചെയ്തതായും IRGC അവകാശപ്പെടുന്നുണ്ട്. USSന്റെ എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിലേക്ക് ക്രൂയിസ് മിസൈൽ വിക്ഷേപിച്ചാണ് തകർത്തിരിക്കുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പൽ തകർന്നതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ US വാർത്തയിൽ പ്രതികരിച്ചിട്ടില്ല. US വിമാനവാഹിനി കപ്പലിന്റെ ദിശയിലേക്ക് തീരദേശ ക്രൂയിസ് മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇറാനിയൻ ആർമി പബ്ലിക് റിലേഷൻസും വ്യക്തമാക്കിയിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൺ സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നും ഇറാനിയൻ പ്രദേശത്തിനടുത്തെത്തിയാൽ ലക്ഷ്യമിടുമെന്നും ഇറാൻ നാവികസേന അമേരിക്കയ്ക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് അവകാശവാദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ എബ്രഹാം ലിങ്കണെ ആക്രമിച്ച് പ്രദേശത്തു നിന്ന് ഓടിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളുടെ പരിധിയിൽ വിമാനവാഹിനി കപ്പൽ പ്രവേശിച്ചാൽ ആർമി നേവി അതിനെ ആക്രമിക്കുമെന്ന് ഇറാനിയൻ നേവി കമാൻഡർ റിയർ അഡ്മിറൽ ഷഹ്റാം ഇറാനി മുന്നറിയിപ്പ് നൽകിയതായി സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് പ്രസ് TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകളെ തള്ളിക്കൊണ്ട് 6 മാസമെങ്കിലും നീണ്ടുനിൽക്കുന്ന ശക്തമായ യുദ്ധത്തിന് രാജ്യം സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി കഴിഞ്ഞു. യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ നിലനിൽക്കെയാണ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ പ്രതിരോധത്തിന് സമയപരിധികളില്ലെന്നും ഏതറ്റം വരെ പോകാനും ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലെ പുതിയ ഭരണകൂടവുമായി ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന ട്രംപിന്റെ പ്രസ്താവന അരാക്ചി പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞു. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും ഉടമ്പടികളിൽ എത്താനായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് അതിനെ ചർച്ച എന്ന് വിളിക്കുന്നത്. അത്തരമൊരു സാഹചര്യം നിലവിലില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും മധ്യസ്ഥർ വഴി പരോക്ഷമായ ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ചില പാശ്ചാത്യ വൃത്തങ്ങൾ മൊജ്തബ ഖമേനി കാണാതായതും ഗുരുതരമായി പരിക്കേറ്റതായും ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ സർക്കാർ അതെല്ലാം ശക്തമായി നിഷേധിക്കുകയും അദ്ദേഹം സുരക്ഷിതനും ആരോഗ്യവാനുമാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഈ പരസ്പരവിരുദ്ധമായ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യത്തേക്കാൾ കൂടുതൽ അനിശ്ചിതത്വവും കൗതുകവും സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നിർണായകമായ ഒരു തിരിവ് വന്നിരിക്കുന്നത് ഇറാനിലെ റഷ്യൻ അംബാസഡർ അലക്സി ഡെഡോവ് നടത്തിയ പ്രസ്താവനയാണ്. മൊജ്തബ ഖമേനി ഇറാനിലാണെന്നും വിദേശത്ത് ചികിത്സയിലാണ് എന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പുതിയ സുപ്രീം നേതാവ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് സുരക്ഷാ കാരണങ്ങളാണെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം രഹസ്യമായി സൂക്ഷിക്കുന്നത് ഇറാൻ സ്വീകരിച്ച തന്ത്രപരമായ നീക്കമാണെന്ന് ഈ പ്രസ്താവന വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് വെറും വ്യക്തിഗത സുരക്ഷയെക്കുറിച്ചുള്ള തീരുമാനം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ സ്ഥിരത ഉറപ്പാക്കാനുള്ള ശ്രമമായാണ് അദ്ദേഹം വിലയിരുത്തപ്പെടുന്നത്.